സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ ടെക്നിക്കൽ അനാലിസിസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇൻട്രാഡേ ട്രേഡിങ്ങിനും അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിങ്ങിനും ഒക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ചാർട്ടിലാണ് എന്ന് നമ്മൾ പഠിച്ചു. ക്യാൻഡിൽ സ്റ്റിക്സ് എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. അപ്പം അതുപോലെ തന്നെ ഹിസ്റ്ററി വിൽ റിപ്പീറ്റ്. ആന കുത്താൻ വരുന്ന കഥയെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആന കുത്താൻ വരുന്നത് പോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, കുറേ ചിത്രങ്ങൾ വരച്ചുണ്ടാക്കിയിട്ടുണ്ട്. സോ പണ്ട് മാർക്കറ്റ് ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഔട്ട്പുട്ട് തന്നത് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് നമ്മൾ ഒത്തിരി ചാർട്ട് പാറ്റേൺസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഒത്തിരി നാളുകളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഏകദേശം 150 വർഷത്തോളമായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ചാർട്ടുകൾ കണ്ടുപിടിച്ച് അതിൻ്റെ റിസൾട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ടെക്നിക്കൽ അനാലിസിസിൽ എല്ലാ ആളുകളും യൂസ് ചെയ്യുന്നതാണ്. ഞാനും നിങ്ങളും ഇന്ത്യയിലും ലോകത്തും ട്രേഡ് ചെയ്യുന്ന എല്ലാ ആളുകളും ഒരുപോലെ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ചാർട്ട് പാറ്റേൺസ്. സോ ഇത് മാത്രം പഠിച്ചുകൊണ്ട് ഒരാൾക്ക് വിൻ ചെയ്യാൻ സാധിക്കില്ലെങ്കിലും ഇത് പഠിക്കാതെ ഒരാൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺസ് നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. ഓരോ സ്റ്റോക്കിലോ അതോ ഇൻഡെക്സിലോ ഒക്കെ ഓരോ ചാർട്ട് പാറ്റേൺ എത്ര ശതമാനം വിന്നിങ് ചാൻസുകൾ ഉണ്ട് എന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ആക്ച്വൽ ട്രേഡിങ്ങിലോട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർട്ട് പാറ്റേണുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരു ട്രേഡറിന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ് ചാർട്ട് പാറ്റേൺസ്. ഫ്രണ്ട്സ്, ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ്ടോക്ക്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കംപ്ലീറ്റ് പഠിക്കുന്ന നമ്മുടെ വീഡിയോ സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വെൽക്കം. സോ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ട്രേഡ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർട്ട് പാറ്റേണുകളെ കുറിച്ചാണ്. എന്താണ് ചാർട്ട് പാറ്റേൺ? നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള ഫിഗേഴ്സ്, ഇപ്പൊ ക്യാൻഡിലുകൾ ഇത്തരത്തിലുള്ള ഫിഗേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ചാർട്ട് പാറ്റേൺ എന്ന് വിളിക്കുക. സോ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ, സോ ഇതിവിടെ കണ്ടോ, ഇവിടെ ഒരു പേരിട്ടിരിക്കുകയാണ്. ഈ ചാർട്ട് പാറ്റേൺ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഫസ്റ്റ് വൺ ഈസ് ഡബിൾ ടോപ്പ് എന്ന് പറയുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ്. നിങ്ങളിവിടെ നോക്കൂ, ഇവിടെ ക്യാൻഡിൽ എന്ത് പറ്റി? മുകളിൽ നിന്ന് താഴെ നിന്ന് ട്രേഡ് ചെയ്ത് ഒരു ലെവലിലെത്തി വീണ്ടും താഴ്ത്തോട്ട് വരികയാണ്. വീണ്ടും താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? എഗെയിൻ ഒന്നുകൂടി ബൗൺസ് ചെയ്ത് ആദ്യം റെസിസ്റ്റൻസ് എടുത്ത അതേ ലെവലിൽ തന്നെ പോയി ടച്ച് ചെയ്ത് വീണ്ടും താഴ്ത്തോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കണം. അപ്പോൾ ഒരേ ലെവലിൽ റിപ്പീറ്റ് ചെയ്ത് റെസിസ്റ്റൻസ് എടുക്കുകയും താഴെ വന്ന് സപ്പോർട്ട് എടുക്കുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് പാറ്റേൺസ് ഉണ്ട്. ഈ പാറ്റേണിനെ പറയുന്ന പേരാണ് ഡബിൾ ടോപ്പ്. 2 പ്രാവശ്യം മുകളിൽ പോയി ടച്ച് ചെയ്ത് തിരിച്ചു വരുന്ന ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് ഡബിൾ ടോപ്പ്. ഇതിന്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബയേഴ്സ് 2 പ്രാവശ്യം ആ ഒരു പ്രൈസ് ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കി, ബട്ട് അവർക്ക് അതിനുള്ള സ്ട്രെങ്ത് ഇല്ല. അവർക്ക് മുകളിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത പ്രാവശ്യം മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ നിക്ക് ലൈൻ എന്ന് പറയും, അല്ലെങ്കിൽ സപ്പോർട്ട് ലൈൻ എന്ന് പറയും. ഈ സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്ത് എത്രയാണോ ഈ സപ്പോർട്ട് ലൈനും ഈ റെസിസ്റ്റൻസ് ലൈനും തമ്മിലുള്ള വ്യത്യാസം, അതൊരു 10 പോയിന്റ് ആണെങ്കിൽ, 10 പോയിന്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ, ഈ നിക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നു കഴിയുമ്പോൾ ഏകദേശം ഇതേ 10 പോയിന്റ് താഴ്ത്തോട്ട് മാർക്കറ്റ് വീഴും എന്നുള്ളതാണ് ടെക്നിക്കൽ അനാലിസിസിൽ ഡബിൾ ടോപ്പ് പാറ്റേൺ പറയുന്നത്. നിങ്ങൾ ഈ ചാർട്ട് നോക്കൂ, എന്താണ്? താഴെ നിന്ന് ട്രേഡ് ചെയ്ത് നിക്ക് ലൈൻ്റെ മുകളിലോട്ട് പോയി റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും ഈ സപ്പോർട്ട് ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്ത് ഏകദേശം വീണ്ടും ഈ ഒരു ഹൈറ്റ് വീണ്ടും മുകളിലോട്ട് പോയി എഗെയിൻ അവിടെ റെസിസ്റ്റൻസ് എടുത്ത് താഴെ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ളൊരു ബ്രേക്ക് ഔട്ട് എന്നാണ് നമ്മൾ പറയുക. ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എത്രയാണോ ഈ ഒരു ഹൈറ്റ് അത്രയും തന്നെ നമുക്ക് ഇവിടെ ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് കിട്ടും. സോ ഈ ഒരു ബ്രേക്ക് ഔട്ട് നടത്തുമ്പോൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എന്തുണ്ടെന്ന് അറിയോ? ഇവിടെ നമുക്ക് ഒരു ഹ്യൂജ് വോളിയം ക്യാൻഡിൽ ജനറേറ്റ് ആകുന്നുണ്ട്. നിങ്ങൾ വോളിയം ക്യാൻഡിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹൈ വോളിയം നിങ്ങൾക്ക്
കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ വളരെ കോമൺ ആയിട്ട് വരുന്നതാണ്. എല്ലാ റിവേഴ്സൽ പാറ്റേണിലും ഈ പറയുന്ന ഡബിൾ ടോപ്പ് കോമൺ വരാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ RSI ഡൈവർജൻ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേഷൻ കൂടി നമുക്ക് തരാറുണ്ട്. RSI ഇൻഡിക്കേറ്ററിനെ കുറിച്ചുള്ള വീഡിയോ പറയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയാം. ഇപ്പോൾ നമുക്ക് 2-3 കൺഫർമേഷൻസ് ഇവിടെ കിട്ടും. ഇവിടെ എന്താണ്, വോളിയം ഇൻക്രീസ് ചെയ്യും, ഇവിടെ RSI ഡൈവർജൻസ് ഉണ്ടാകും. ഇങ്ങനെ 2-3 കൺഫർമേഷൻസ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഷോർട്ട് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം വരെ നമുക്ക് ടാർഗറ്റ് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്ത് ഇൻട്രാഡേ ട്രേഡിൽ വളരെ മികച്ച റിട്ടേൺ എടുക്കാൻ പറ്റും. ഇത് ഡൗൺ സൈഡ് മൂവ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യാനേ സാധിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ രണ്ടാമത്തെ പാറ്റേൺ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഡബിൾ ടോപ്പ് പാറ്റേൺ ആണ്, ഡബിൾ ബോട്ടം പാറ്റേൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ നമ്മൾ മുകളിൽ 2 പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്ത പോലെ തന്നെ ഈ പാറ്റേൺ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ, 2 പ്രാവശ്യം താഴെ വന്ന് ബോട്ടത്തിൽ സപ്പോർട്ട് എടുക്കുന്നു. സോ എത്രയാണോ നിക്ക് ലൈനും ബോട്ടവും തമ്മിലുള്ള ഡിഫറൻസ്, അത് നിക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ടുള്ള പ്രൈസ് മൂവ്മെന്റ് കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, താഴത്തോട്ട് വരുന്നു, ഒരു സ്ഥലത്ത് എത്തുമ്പോൾ വീണ്ടും ബൗൺസ് ചെയ്യുന്നു, വീണ്ടും താഴത്തോട്ട് പോകാനായിട്ട് ട്രൈ ചെയ്യുന്നു, ബട്ട് ബയേഴ്സ് അവിടെ സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നു. സോ ഇവിടെ നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടുന്നു. ഈ രണ്ട് പോയിന്റുകളിലും ഉറപ്പായിട്ടും ഒരു റിവേഴ്സൽ ക്യാൻഡിൽ കൂടി ഉണ്ടാകും, റിവേഴ്സൽ ക്യാൻഡിൽ പാറ്റേൺ കൂടി ഉണ്ടാകും എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ RSI ഡൈവർജൻസ് കൂടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് യാതൊരു ഡൗട്ടുമില്ല. സോ ഈ ഒരു മൂവ്മെന്റ് കിട്ടും. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എൻട്രി എടുത്ത് ഇവിടെ എക്സിറ്റ് ചെയ്തുകൊണ്ട് ഒരു ബൈ എൻട്രി നമുക്ക് ഇവിടെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻട്രാഡേയിൽ ഇങ്ങനത്തെ ഡബിൾ ബോട്ടം പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. ഡബിൾ ടോപ്പ് പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സെൽ എൻട്രി എടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഡബിൾ ബോട്ടം അല്ലാതെ തന്നെ എന്തുണ്ട്, ട്രിപ്പിൾ ബോട്ടം ഉണ്ട്, ട്രിപ്പിൾ ടോപ്പ് പാറ്റേൺസും ഉണ്ട്. സോ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യം, ഈ നിക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് നമുക്ക് വോളിയം ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇവിടെ എൻട്രി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഇത്തരത്തിലുള്ള പാറ്റേൺസ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യൂ. സോ ഇപ്പോൾ ഒരു ഏഷ്യൻ പെയിന്റ്സിലാണ് നിങ്ങൾ ഈ ഒരു പാറ്റേൺ വരുന്നതെങ്കിൽ നിങ്ങൾ വെറുതെ ട്രേഡ് ചെയ്യരുത്. ഇതിനു മുൻപത്തെ കഴിഞ്ഞ ഒരു വർഷത്തെ ചാർട്ട് എടുത്ത് പരിശോധിക്കുക. എന്നിട്ട് ഡബിൾ ടോപ്പും ഡബിൾ ബോട്ടവും ഏഷ്യൻ പെയിന്റ്സിൽ എത്ര ശതമാനം വിന്നിങ് തന്നിട്ടുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം ആക്ച്വൽ ട്രേഡിലോട്ട് പോവുക. മിനിമം ഒരു 5 മിനിറ്റ്സിലോ 50 മിനിറ്റ്സിലോ 5 മിനിറ്റ്സ് ചാർട്ടിലോ 50 മിനിറ്റ്സ് ചാർട്ടിലോ ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ വരുമ്പോൾ നിങ്ങൾക്കത് ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. 1 അവറിലോ ഡേ ക്യാൻഡിലോ ഡേ ചാർട്ടിലോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് സ്വിംഗ് ട്രേഡിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. സോ എപ്പോഴും ലോങ് ടൈം ട്രേഡിംഗ് ആയാലും സ്വിംഗ് ട്രേഡിംഗ് ആയാലും ഡേ ക്യാൻഡിൽ ആണെങ്കിലും മന്ത്ലി ക്യാൻഡിൽ ആണെങ്കിലും വീക്കിലി ക്യാൻഡിൽ ആണെങ്കിലും ഇത്തരത്തിലുള്ള പാറ്റേൺസ് വരാറുണ്ട്. ഇത് വളരെ റെഗുലർ ആയിട്ട് 5 മിനിറ്റ്സിൽ വരാറുണ്ട്. നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡിംഗിലും മിക്ക ചാർട്ടിലും 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഒരു ദിവസം തന്നെ ഇത്തരത്തിലുള്ള പാറ്റേൺസ് ഉണ്ടാകാറുമുണ്ട്. ഒരു മോർ ദാൻ 70% വിന്നിംഗ് റേറ്റ് ഇത്തരത്തിലുള്ള ഡബിൾ ടോപ്പ് ഡബിൾ ബോട്ടം പാറ്റേൺസിന് തരാറുണ്ട്. വിത്ത് RSI ഡൈവർജൻസ് കൂടി ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, RSI ഡൈവർജൻസ് എന്താണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതുമാണ്. നമുക്ക് നേരെ അടുത്ത പാറ്റേണിലോട്ട് പോവാം. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് നോക്കൂ, എൻ്റെ ഫേസ് നോക്കൂ, ഈ ഒരു ഹെഡും ഈ ഒരു ഷോൾഡറും. അപ്പോൾ പാറ്റേൺ എങ്ങനെയാണ് വരിക നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഹൈറ്റ് കൂടിയ ഒരു സ്ഥലവും 2 ഹൈറ്റ് കുറഞ്ഞ ചെറിയ റെസിസ്റ്റൻസ് ഉള്ള ഒരു ഏരിയ, ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്നുള്ള പാറ്റേൺ. നിങ്ങൾ ഇവിടെ നോക്കൂ, മാർക്കറ്റ് താഴെ നിന്ന് മുകളിലോട്ട് വരുന്നു, ഒരു ഏരിയയിൽ എത്തുമ്പോൾ റെസിസ്റ്റൻസ് എടുക്കുന്നു, വീണ്ടും താഴത്തോട്ട് വരുന്നു, ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുത്ത് വീണ്ടും ആദ്യം വന്ന റെസിസ്റ്റൻസിനേക്കാൾ മുകളിലോട്ട് പോകുന്നു, എഗെയിൻ റെസിസ്റ്റൻസ് എടുക്കുന്നു, താഴെ വരുന്നു, വീണ്ടും സപ്പോർട്ട് എടുക്കുന്നു, മുകളിൽ റെസിസ്റ്റൻസ് എടുക്കുന്നു, അതിനുശേഷം വലിയ ബ്രേക്ക് ഔട്ട് നടത്തി താഴത്തോട്ട് വരുന്നു. അപ്പോൾ ഒരു 3 ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ഒരേ ലൈനിലല്ലാതെ ഡിഫറൻസ് ഏരിയകളിൽ വരികയും നടുക്കെടുക്കുന്ന റെസിസ്റ്റൻസ് ഹൈറ്റ് കൂടിയ ഒരു ഹെഡിന്റെ ഷേപ്പിൽ വരികയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് പാറ്റേൺസിനെയാണ് നമ്മൾ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ എന്ന് പറയും. ഇതിപ്പോഴും 5 മിനിറ്റ്സിലൊക്കെ നമുക്ക് കാണാറുണ്ട്. എപ്പോഴും ഒരു 50 മിനിറ്റ്സിലോ 1 അവറിലൊക്കെ വരികയാണെങ്കിൽ ഒരു അടിപൊളി ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ നിക്ക് ലൈൻ മുതൽ, ഇതിനെ നമ്മൾ നിക്ക് ലൈൻ എന്നാണ് വിളിക്കുക, ഈ നിക്ക് ലൈൻ മുതൽ ഹെഡിന്റെ റെസിസ്റ്റൻസ് വരെയുള്ള ആ വലിയ ഹൈറ്റ് ലെങ്ത് ഇവിടെ ബ്രേക്ക് ഔട്ട് കിട്ടി നമുക്ക് കിട്ടും. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു RSI ഡൈവർജൻസ് കിട്ടും. സോ ഇത്
ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് വരുമ്പോൾ നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുക. ഇവിടെ വെച്ച് ഈ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഹൈ വോളിയം കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു സെൽ എൻട്രി എടുത്തതിന് ശേഷം ഇത്രയും വലിയ ലെങ്ത് നമുക്കൊരു ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഉണ്ട്. നിങ്ങൾ ഇവിടെ നോക്കൂ, ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിന്റെ ഇങ്ങോട്ട് ചരിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മുകളിലോട്ട് ചരിഞ്ഞിരിക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ നേരെ ഇരിക്കാം. അങ്ങനെ ചെറിയ ചരിവും നേരെയൊക്കെ ഇരിക്കുന്ന രീതിയിൽ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് വരാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്, ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് മാർക്കറ്റ് താഴെ വരുന്നു, സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും മുകളിലോട്ട് വരുന്നു, ഒരു ലെവലിൽ റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും നേരത്തെ വരുന്ന സപ്പോർട്ടിനേക്കാൾ താഴത്തോട്ട് പോയിട്ട് വീണ്ടും ഒരു സപ്പോർട്ട് എടുക്കുന്നു, തിരിച്ച് മുകളിൽ കയറുന്നു, വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് വരുമ്പോൾ ഈ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്നു. നമുക്ക് പ്രൈസ് വളരെ പെട്ടെന്ന് ഷൂട്ടപ്പ് ആവുകയും നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആവുകയും ചെയ്യും. ഇത് നമ്മുടെ ട്രേഡിംഗ് ലൈഫിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഒത്തിരി കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു പാറ്റേൺ ആണ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിൽ വയ്ക്കുക, ചാർട്ടിൽ നോക്കുക, കണ്ടുപിടിക്കുക. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന എല്ലാ പാറ്റേൺസും ഒരു 5 എണ്ണം വീതമെങ്കിലും പ്രീവിയസ് വീഡിയോസിൽ പോയിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. സോ നേരെ നിങ്ങൾ കണ്ടുപിടിച്ച ഈ പറയുന്ന പാറ്റേൺസ് നേരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുക. എന്നിട്ട് ജസ്റ്റ് എൻ്റെ അടുത്ത് ചോദിക്കുക, ഓക്കെ സുനിൽ, ഈ പാറ്റേൺ ഞാൻ കണ്ടുപിടിച്ചത് കറക്റ്റ് ആണോ? ഉറപ്പായിട്ട് നിങ്ങൾക്കുള്ള റിപ്ലൈ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ തരുന്നതായിരിക്കും. ബുള്ളിഷ് റെക്റ്റാങ്കിൾ ആണ്, ഇതൊരു പ്യുവർ അക്യുമുലേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. പല സമയത്തും ഒരു ബുള്ളിഷ് റെക്റ്റാങ്കിൾ അക്യുമുലേഷൻ ആണെങ്കിലും ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു അപ് ട്രെൻഡ് വരുന്ന സമയത്ത് കുറച്ചു നേരം ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയും ആ ട്രെൻഡിനെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് വിടുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മാർക്കറ്റ് താഴെ നിന്ന് വരുന്നു, ഒരു ചെറിയ റീജിയനിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നു. എപ്പോഴും ഇത്തരത്തിലുള്ള കൺസോളിഡേഷൻ ഈ പറയുന്ന റെസിസ്റ്റൻസിന്റെ അടുത്താണെങ്കിൽ, റിപ്പീറ്റ് ചെയ്ത് ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഒരു റെസിസ്റ്റൻസിന്റെ അടുത്താണെങ്കിൽ മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ് റിവേഴ്സിൽ വരാനായിട്ടുള്ള സാധ്യതയുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഈ കൺസോളിഡേഷൻ ടോപ്പിൽ നിന്ന് കുറച്ച് താഴെ ഭാഗത്തായിരിക്കും ഇവിടെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാവും. ബട്ട് ഇവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ മുകളിലായിരിക്കും കൺസോളിഡേഷൻ കൂടുതൽ നടക്കുക. അതിനുശേഷം വലിയ വോളിയം ക്യാൻഡിൽ വരികയും ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് എത്രയായിരുന്നോ ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തൊരു ലെവല്, അല്ലെങ്കിൽ അതിൻ്റെ ഡബിൾ ലെവലെങ്കിലും നമുക്ക് അപ്സൈഡ് മൂവ്മെന്റ് കിട്ടും. നമുക്ക് ഈ ഒരു ലെവലിൽ ഈസി ആയിട്ട് ടാർഗറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ബൈ ട്രെൻഡാണ്. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുകയും ഈ ഒരു ലെങ്ത് നമ്മൾ ടാർഗറ്റ് വെക്കുകയും ചെയ്യുന്ന ഒരു ബുള്ളിഷ് റെക്റ്റാങ്കിൾ ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ ആദ്യം പഠിച്ച രണ്ടും എന്താണ്? ട്രെൻഡ് റിവേഴ്സലാണ്. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ആണെങ്കിലും ശരി, ഡബിൾ ടോപ്പ് ആണെങ്കിലും ശരി, എന്താണ്? ഒരു ട്രെൻഡ് റിവേഴ്സലാണ്. ഇവിടെ എന്താ സംഭവിച്ച്? ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ് നടക്കുക. സോ ബുള്ളിഷ് റെക്റ്റാങ്കിൾ പോലെ തന്നെ നമുക്ക് ബീറിഷ് റെക്റ്റാങ്കിളും കൂടിയുണ്ട്. ബീറിഷ് റെക്റ്റാങ്കിൾ ഇതുപോലെയാണ്. ഒരു അപ്സൈഡിൽ നിന്ന് വരുന്നു, ഒരു സ്ഥലത്ത് എന്ത് പറ്റി, ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നു, അതിനുശേഷം ആ ട്രെൻഡ് താഴത്തോട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ അതേപോലെ തന്നെ. ഇതുപോലെ തന്നെ ഈ റെക്റ്റാങ്കിളിൽ ചിലപ്പോൾ ഒരു ട്രിപ്പിൾ ബോട്ടം പാറ്റേൺസ് ഒക്കെ ക്രിയേറ്റ് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ എവിടെയാണോ ബ്രേക്ക് ഔട്ട് വരുന്നത്, ഏത് ലെവലാണോ ബ്രേക്ക് ഔട്ട് വരുന്നത്, എങ്ങോട്ടാണോ കൃത്യമായിട്ടുള്ള വോളിയം സ്പൈക്ക് വരുന്നത്, ആ ഒരു റീജിയനിലോട്ട് ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ട്രെൻഡ് കണ്ടിന്യൂഷൻ പാറ്റേൺ ആയിട്ടുള്ള റെക്റ്റാങ്കിൾ പാറ്റേൺ. പാറ്റേൺസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പാറ്റേൺസ് ആണ് ട്രയാങ്കിൾ പാറ്റേൺസ്. ട്രയാങ്കിൾ പാറ്റേൺസ് എപ്പോഴും ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ പാറ്റേൺ ആയിട്ടും അതുപോലെ തന്നെ ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺസ് ആയിട്ടും ആക്ട് ചെയ്യാറുണ്ട്. എങ്ങോട്ടാണ് ഏറ്റവും കൂടുതൽ ബ്രേക്ക് ഔട്ട് കിട്ടുന്നത്, വോളിയം സ്പൈക്ക് കിട്ടുന്നത്, അങ്ങോട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനും കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. 5 വേവ്സ് ആയിരിക്കും ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക. ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ട്രയാങ്കിൾ പാറ്റേൺസ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, ഇത് 0 to 1 ഫസ്റ്റ് പാറ്റേൺ, ഫസ്റ്റ് വേവ്, ദെൻ ഇവിടെ സെക്കൻഡ് 1 to 2 സെക്കൻഡ് വേവ്, 2 to 3 തേർഡ് വേവ്, 3 to 4 ഫോർത്ത് വേവ്, ദെൻ 4 to 5. ഇങ്ങനെ 5 വേവ് പാറ്റേൺസ് ആണ് എപ്പോഴും ഒരു ട്രയാങ്കിളിൽ ഉണ്ടാകുക. ഫോർ എക്സാമ്പിൾ, ഇവിടെ തന്നെ നമുക്ക് നോക്കാം ബ്രേക്ക് ഔട്ട് വരുന്നത് എങ്ങനെയാണെന്ന്. ഫസ്റ്റ് ട്രയാങ്കിളിൽ വരുന്ന അതിനെ നമ്മൾ 0 എന്ന് നോട്ട് ചെയ്യാം, ഇവിടെ 1 എന്ന് നോട്ട് ചെയ്യാം, ഇവിടെ നമുക്ക് 2 എന്ന് നോട്ട് ചെയ്യാം, ദെൻ ഇത് 3, ദെൻ 4, ദെൻ 5. 5ൽ നിന്ന്
മുകളിലോട്ട് നമുക്ക് 5 സപ്പോർട്ട് എടുത്തതിന് ശേഷം മുകളിലോട്ട് ഒരു ബ്രേക്ക് ഔട്ട് ആണ് കിട്ടുക. ഇത് മിക്ക ട്രയാങ്കിൾ പാറ്റേൺസിലും ഈ 5th വേവ് കഴിഞ്ഞിട്ടുള്ള വേവ് ആയിരിക്കും ഒരു ബ്രേക്ക് ഔട്ട് വേവ് ആയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്തരത്തില് ട്രയാങ്കിൾ പാറ്റേൺസിൽ നിങ്ങൾക്ക് വേവിനെ, ഒരു വേവ് എന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു മൂവ്മെന്റിനെയാണ് ഞാൻ ഒരു വേവ് എന്ന് ഉദ്ദേശിച്ചത്. ഈ ഒരു വേവ് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രയാങ്കിൾ പാറ്റേൺസിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. മിക്ക സമയത്തും ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ ആണെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു RSI ഡൈവർജൻസ് കൂടി ഉണ്ടാകാറുണ്ട്. ബട്ട് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ അവിടെ ഒരു RSI ഡൈവർജൻസ് ഉണ്ടാവില്ല. നമുക്ക് നോക്കാൻ പറ്റുന്ന ഏക കൺഫർമേഷൻ ഇവിടെ വരുന്ന വോളിയം സ്പൈക്ക് മാത്രമാണ്. അപ്പോൾ ഡിസെൻഡിങ് ട്രയാങ്കിൾ ഇത്തരത്തിലാണ് വർക്ക് ചെയ്യുക. ഡിസെൻഡിങ് ട്രയാങ്കിളിന്റെ ഒരു ഏരിയ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഒരു കണ്ടിന്യൂസ് സപ്പോർട്ട് എടുക്കുന്ന ഒരു റീജിയൻ ആയിരിക്കും ഈ പറയുന്ന ഡൗൺ സൈഡ് ഏരിയ. ഇനിയും ഡിസെൻഡിങ് ട്രയാങ്കിൾ കൂടാതെ നമുക്ക് ഒത്തിരി ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസിനെ കുറിച്ചിട്ട് ഈ വീഡിയോ തന്നെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് പാറ്റേണിലോട്ട് നമുക്ക് പോവാം. നെക്സ്റ്റ് വൺ അസെൻഡിങ് ട്രയാങ്കിൾ ആണ്. നേരത്തെ താഴത്താണ് സപ്പോർട്ട് എടുത്തെങ്കിൽ ഇവിടെ എന്താണ്, മുകളിലാണ് സപ്പോർട്ട് എടുക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ബ്രേക്ക് ഔട്ട് എങ്ങോട്ടാണ് നടക്കുക, താഴത്തോട്ടാണ് ബ്രേക്ക് ഔട്ട് നടക്കുക. സോ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നത് താഴത്തോട്ട് നടക്കുന്നു. ഇവിടെ നിങ്ങളൊന്ന് കൗണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കൂ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നിങ്ങളൊന്ന് കൗണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കൂ. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ആ ബ്രേക്ക് ഔട്ട് മനസ്സിലാവും. 0 1 2 3 4 5 അല്ലേ, നോക്കൂ 0 1 2 then റെസിസ്റ്റൻസ് ഇവിടെയാണ് 3 4 then ഇവിടെ 5th വേവ് വരുന്നു. അതിനുശേഷം താഴത്തോട്ട് ഒരു ബ്രേക്ക് ഔട്ട് വരുന്നു. അപ്പോൾ ഈ വേവ് കൗണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ട്രയാങ്കിളിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ സിമ്മട്രിക്കൽ ട്രയാങ്കിൾ ആണ്. അപ്പം നേരത്തെ ഒരു റെസിസ്റ്റൻസ് ഒരു സപ്പോർട്ട് കൊടുത്ത പോലെ തന്നെ ഇവിടെ എന്താണ്, ഇവിടെ ഒരു വി ഷേപ്പില് ഒരു സിമ്മട്രിക് ആയിട്ട് കൺസോളിഡേഷൻ നടക്കുകയാണ്. സോ ഇവിടെ നമുക്ക് വേവ് കൗണ്ട് ട്രൈ ഔട്ട് ചെയ്യാം അല്ലെ. ഇവിടെ എന്താണ് 0 1 2 ഓക്കെ 1 2 3 4 ഇത് 5 ആണ്. ഇവിടെയാണ് 5th വേവ് വരുന്നത്. ഇവിടെ സിമ്മട്രിക് ട്രയാങ്കിൾ ഒരു പ്രത്യേകതയുണ്ട്, രണ്ട് സൈഡിലോട്ടും ബ്രേക്ക് ഔട്ട് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെയാണ് ബ്രേക്ക് ഔട്ട് വരുന്നതെങ്കിൽ അങ്ങോട്ട് ബ്രേക്ക് ഔട്ട് വരും. പല സമയത്തും 5th വേവ് ഇവിടെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ബ്രേക്ക് ഔട്ട് കാണിച്ച് താഴത്തോട്ട് ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ഇമേജിൽ കാണിച്ചിരിക്കുന്നത് നമുക്ക് മുകളിലോട്ടുള്ള ബ്രേക്ക് ഔട്ട്, 5th വേവ് ബ്രേക്ക് ഔട്ട് നടത്തി മുകളിലോട്ട് പോകുന്ന രീതിയിലാണ്. സോ സാധാരണ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ കൗണ്ട്, വേവ് കൗണ്ടില് 5th വേവിൽ നിന്ന് താഴത്തോട്ട് അല്ലെങ്കിൽ 5th വേവ് എവിടെയാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, 5th വേവിന്റെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. സോ അപ്പൊ ഇതിന്റെ എഫിഷ്യൻസി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. പല സമയത്തും ബ്രേക്ക് ഔട്ട് നടത്തി ഒരു റീടെസ്റ്റ് കൂടി നടത്തിയിട്ടാണ്, ഒരു റീടെസ്റ്റ് കൺഫർമേഷനിലാണ് എപ്പോഴും ഒരു ട്രെൻഡ് നമുക്ക് തരാറുള്ളത്. അപ്പോൾ സിമെട്രിക് ട്രയാങ്കിളിൽ രണ്ട് ഭാഗത്തേക്കും ഈക്വൽ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ടിന് സാധ്യതയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് നമ്മളിപ്പോൾ പഠിച്ചു. ഓരോ ട്രയാങ്കിളിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ബ്രേക്ക് ഔട്ട് എങ്ങോട്ടാണോ അങ്ങോട്ട്, വോളിയം സ്പൈക്കിൽ ബ്രേക്ക് ഔട്ട് എങ്ങോട്ടാണോ അങ്ങോട്ട് ട്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക.